ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കിന്ന് കാറ്ററിംഗ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഒരു 2 കിലോ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പീസ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് തൊട്ടിൻ്റെ ശേഷം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ച ഒരു വീഡിയോ കൂടിയാണത്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണീൻ്റെ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുമ്പോൾ ബീഫ് ബിരിയാണി കൂടി കാണിക്കണേന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്ത പുതിയ കൂട്ടുകാരായിരിക്കും കേട്ടോ പിന്നെയും ചോദിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സായ കൂട്ടുകാർക്കും എല്ലാവർക്കും പാചകം പഠിക്കണ നമ്മളെ കൂട്ടുകാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ 2 കിലോ ബീഫ് ബിരിയാണിക്ക് 2 കിലോ ബീഫ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം ഫസ്റ്റ് തന്നെ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമാവും നമുക്കിത് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് ചുവന്നുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിൻ്റെ ഒരു കാൽ ഭാഗമില്ല, അതിൽ കുറച്ചെണ്ണമാണ് ഞാനിതിൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് മുഴുവനായിട്ട് ഞാനൊരു 250 ഗ്രാം ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അളവ് ചോദിക്കുന്നവർക്കാണ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. 2 കിലോ ബീഫ് ബിരിയാണിക്ക് ഈ അളവ് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങൻ്റെ കുരുവൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണിയിൽ ഇടണം അത്ര തന്നെ മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമില്ല ബീഫ് ബിരിയാണിക്ക്. പിന്നെ അത് അതിലേക്ക് നല്ല വലിയൊരു ടേബിൾ സ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഈ ബിരിയാണിയിലേക്ക് ഇതിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടൽ. എന്നിട്ട് നല്ലോണം ഇതൊന്ന് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റോളെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം നേരെ അത് അടുപ്പിൽ വെച്ചിട്ട് നമ്മളിത് വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. ഓരോ കുക്കറിൻ്റെയും വേവ് വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പം എൻ്റെ കുക്കറിൽ ബീഫൊക്കെ വേവണം എന്നുണ്ടെങ്കിൽ 5 വിസിൽ എന്തായാലും അടിക്കണം കേട്ടോ. അപ്പോൾ ചിലതിൽ 4 അടിച്ചാൽ മതിയാവും, കാരണം ചിലതിൽ 6 അടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് അറിയാമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എങ്ങനെയാണെന്നുള്ളത് അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ബീഫ് വേവിച്ച് മാറ്റിയ കുക്കറിൽ ഞാൻ ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 9 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കും തക്കാളി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 2 കിലോ ബിരിയാണിക്ക് ഒരു 800 ഗ്രാമോളം തക്കാളി വേണം കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണത്തിൻ്റെ കണക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10 തക്കാളികളും ഉണ്ടാവും കേട്ടോ. വലിയ തക്കാളി ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിൻ്റെ അത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചുവന്നുള്ളി ചതച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും വെക്കുമ്പോൾ ഈ ചുവന്നുള്ളി എന്തായാലും ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കണ്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിക്കാരം ബിരിയാണിക്ക് കൊടുക്കൽ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുവന്നുള്ളി സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 250 ഗ്രാം ചുവന്നുള്ളിയാണ് ചതച്ചെടുത്തതാണ് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് കുക്കറിലിട്ടിട്ട് ഇങ്ങനെ വിസിലടിക്കണം എന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ ബിരിയാണി പോട്ടിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സമയലാഭത്തിന് വേണ്ടി
വേണ്ടിയിട്ട് എങ്ങനെയായാലും നമുക്കത് പേസ്റ്റ് പോലെ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തൊട്ടാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ ബീഫ് വെന്ത് കിട്ടണം കേട്ടോ. എന്നാലും നല്ലോണം അങ്ങോട്ട് കുഴഞ്ഞ പരുവത്തിൽ ആവും ചെയ്യരുത്. പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊരു 3 സവാളയാണ് ഞാൻ വറുത്തെടുക്കണത്. 1.5 സവാളോളം എനിക്ക് ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാനും ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊണ്ട് വറുത്തെടുക്കുക. നല്ലൊരു മണമായിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാതും ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. ഇനിയും ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടി ഗോൾഡൻ കളർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞ് പോകത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് ഒരു കയ്പ്പ് സഹിക്കാനും വരില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാനും കഴിയത്തില്ല. പിന്നെ ഇതിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇടണം എന്നൊന്നുമില്ല. കുറച്ച് ഉള്ളി വറുത്തത് മേലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പക്ഷേ നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്, കാറ്ററിങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മസ്റ്റായിട്ടും ഇട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യണ പണി അതിൻ്റെ പിന്നെന്താ പറയുക, വൃത്തിക്ക് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കട്ടെ. പുറത്തുനിന്ന് എങ്ങനെയാണോ കിട്ടുന്നത് അതിനേക്കാളും ഒരുപടി നന്നാക്കാൻ നോക്കട്ടെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ അതാ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുപാട് അങ്ങോട്ട് കറുത്ത കളറായിട്ടില്ല. ഒന്നിങ്ങോട്ട് മുന്തിരി വീർത്ത് വരുന്ന ടൈം മാത്രം മതി കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പും അതേ ഒരു വേവിൽ തന്നെ ആക്കി എടുത്താൽ മതി. ഇനി ഈ ഓയിലിലാണ് ഞാൻ ഉള്ളി വഴറ്റി ഈ എണ്ണ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാനിപ്പോൾ ചെമ്പിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ 6 kg കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 6 kg എന്ന് പറഞ്ഞാൽ 2 കിലോയ്ക്ക് ഒരു 100 ഗ്രാമിൻ്റെ 6 kg ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിൽമൻ്റെ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 6 kg പശു നെയ്യോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കുക. ഡാൾഡ വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ. ഇതിലേക്ക് ഓയിലിന് പകരം ഡാൾഡ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചിലവർക്കൊന്നും ഇപ്പോൾ ഡാൾഡ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഡാൾഡ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ ഓയിലിന് പകരം പിന്നെ ഡാൾഡ ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഞാൻ പേഴ്സണലി ഉപയോഗിക്കാറുണ്ട്. ചിലവർക്ക് അത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെച്ചതിൽ കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണ വരെ ഇതിലൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനി വഴണ്ട് കിട്ടാനൊന്നുമില്ല, പക്ഷേ ആ നെയ്യും ഓയിലും കൂടി നല്ലോണം ഒന്ന് ഇതിലൊന്ന് മിക്സായിട്ട് ഒന്ന് കിട്ടണം. ആ ഉള്ളിയിലും തക്കാളിയിലൊക്കെ ഒന്ന് നമ്മളിപ്പോൾ ഒഴിച്ചെടുത്തിട്ടുള്ള 6 kg ഓയിലൊക്കെ നല്ലോണം മിക്സായി കിട്ടണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. ഞാൻ പിന്നെ ഒരുപാട് മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ബീഫ് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ മീറ്റ് മസാലയാണ് ഇടുന്നത്. അതേപോലെ ബിരിയാണി മസാല ഞാൻ ഇതിൽ ഉപയോഗിക്കണില്ല കേട്ടോ. ഇതേമാതിരി മീറ്റ് മസാല ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ മിക്സിങ്ങിലാണ് നമ്മൾ ഈ ടേസ്റ്റൊക്കെ വരുന്നത്. പിന്നെ നല്ലോണം ഒരു കൈപ്പിടിയിൽ മല്ലിൻ്റെ ഇലയും പുതിനേൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ഇല കുറവും മല്ലിൻ്റെ ഇല കൂടുതലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ഭാഗം മല്ലിൻ്റെ ഇല ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം പുതിനേൻ്റെ ഇല മതി കേട്ടോ. അപ്പോൾ നല്ലോണം ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പുതിനേൻ്റെ ഇല ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബിരിയാണീൻ്റെ മസാലേൻ്റെ ഒരു മണം വരും കേട്ടോ. പിന്നെ ഞാനിതിൽ ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ക്രഷ് ചെയ്തതും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് മല്ലിപ്പൊടി ഞാനിതിൽ ഉപയോഗിക്കണില്ല. ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. മല്ലിപ്പൊടി അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് ബിരിയാണിയാണെന്ന് വെച്ചിട്ട് ഒരുപാട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ എരിവ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗരം മസാലയിൽ ഞാൻ പെരിഞ്ജീരകമൊക്കെ നല്ലോണം പൊടിച്ച് ചേർത്തതുകൊണ്ട് പെരിഞ്ജീരകമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നുള്ള പിന്നെ ഗരം മസാലയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ
1 ടീസ്പൂണോളം പെരുംജീരകത്തിന് പൊടിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്തായാലും പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതാ ഞാനിതിൽ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു പുളിപ്പും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. എങ്ങനെ ആയാലും ഒരു 4-5 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആ തൈരിൻ്റെ കട്ടയൊന്നുമില്ലാതെ നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ആക്കണം കേട്ടോ. തൈരാകുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ബീഫ് ഇട്ട് കൊടുക്കണം. നമ്മൾ വേവിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ കുക്കറിൽ വെച്ചിട്ടില്ല. പക്ഷേ ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ വെള്ളം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഗ്രേവി ഒരുപാട് കൂടി പോയില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഈ മസാല ഇതിലൊന്ന് കിടന്ന് നല്ലോണം ഒന്ന് പാകത്തിന് വരുമ്പോൾ ഈ ഇതൊക്കെ വറ്റി വരും കേട്ടോ. പാകത്തിന് ഗ്രേവി ആയിട്ട് വരും. ഇനി നല്ലോണം നമ്മൾ ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക, മൂടി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് വലിയൊരു പിടി സവാള ഞാൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഗ്രേവി നല്ലൊരു ടെക്സ്ചറിലായി വരും ചെയ്യും കേട്ടോ. ഇനി ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. മൂടി വെക്കണമെന്ന് വെച്ചാൽ ഒരുപാട് നേരം മൂടി വെക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്ന് കാണ്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേവി വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ അതാ ഞാൻ ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ചെറുനാരങ്ങൻ്റെ പുളിപ്പും കൂടി നോക്കിയിട്ട് വേണം തൈര് ഒഴിച്ചെടുക്കാനെന്ന്. ഈ ചെറുനാരങ്ങ ഒഴിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ബീഫ് നല്ലോണം സോഫ്റ്റായിട്ട് നല്ല ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ടാട്ടോ. ബീഫ് പൊടിഞ്ഞ് പോകത്തില്ല, എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. മറ്റത് ബീഫ് പൊടിഞ്ഞിട്ട് 4 വൈക്കും പോയിട്ടുണ്ടാവും. നമുക്കിതിൽ ബീഫ് ഉണ്ട് തന്നെ അറിയില്ല കേട്ടോ. ബീഫ് ബിരിയാണി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണമല്ലോ ബീഫ്. അപ്പോൾ ഇതാ നമ്മളെ ഗ്രേവിയൊക്കെ ഒരുവിധം പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഗ്രേവി തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഇതിൽ ഉപ്പ് ഉണ്ടാകുന്നൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഗ്രേവിയിൽ നമുക്ക് ഉപ്പ് വേണം. ഇനി ഞാനിതാ ഈ ഗ്രേവി ഞാൻ അടുപ്പിൻ്റെ അടുത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ജോക്കർ റൈസാണ് എടുത്തിട്ടുള്ളത്. അരി കുതിർത്തിട്ടിട്ടൊന്നുമില്ല. നേരെ ഇതേപോലെ പിന്നെ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ നമ്മളെ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏലക്കായ്, കറാമ്പട്ട, കറാമ്പൂവ്, ബേ ലീഫ്, പിന്നെ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു തരി മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ആ ചോറിൽ ഉപ്പ് നല്ലോണം പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനിത് ഇത്തിരി വെള്ളത്തോട് കൂടി ഒരുപാട് വെള്ളം ഇങ്ങനെ വാരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണമൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതൊരു 2 മണിക്കൂർ ദമ്മിൽ ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേന് നല്ലോണം സെറ്റായി വരും. വെള്ളം വറ്റാനുള്ള ഓവറായിട്ടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ള വറുത്തിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് ഗരം മസാലയും കൂടി അതിൽ തൂവിയിട്ട് ഈ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിന്ന് നമ്മൾ അരി ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ നല്ല സഹായിക്കും കേട്ടോ. ഞാൻ പിന്നെ ചോറിലും ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ല കളറും ഉണ്ടാവും റൈസിന്. അരി ഒന്നോട് കൂടിയിട്ട് ഒട്ടി പിടിക്കത്തുമില്ല കേട്ടോ. പിന്നെ ഞാൻ എല്ലാതും ഇതേമാതിരി തന്നെ ഊറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ബീഫ് ബിരിയാണി വെക്കൽ. അപ്പോൾ ഇനി ഇതാ ഞാൻ ഈ കനലിൽ ഒരു 2 മണിക്കൂർ വെക്കൂട്ടോ. അപ്പോൾ ഇത് തീ ഇങ്ങനെ ആളി കത്തിക്കുമല്ലോ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കെടുത്തി കൊടുക്കും. ഈ കനൽ മാത്രം നല്ലോണം ഒന്ന് 4 ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ആ കനലിൽ അവിടെ കിടക്കുമ്പോഴത്തേന് അടിയിൽ ഓവറായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വറ്റി നല്ല സെറ്റായി നല്ല ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണി റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ റൈസൊക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും
ഉള്ളി പൊരിച്ചതും കരിവേപ്പിൻ്റെ ഇലയും മല്ലിൻ്റെ ഇലയും പുതിനേൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെന്ന് കരുതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും ലൈക്ക് ഒന്ന് ചെയ്യട്ടെ. പിന്നെ കൂടെ ബെൽ ബട്ടനും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റോടിട്ട് സെല്ലോ ടാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മൈദ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യണില്ല കേട്ടോ. നല്ല ഇതുള്ള അടപ്പാണ് അതുകൊണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നൂറാത്തിരുവർ.